ഹായ് മക്കളെ, ചൈനയിൽ ഇന്ന് നമ്മുടെ മൂന്നാമത്തെ ദിവസമാണ്. നമ്മളൊരു മാർക്കറ്റിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ നിന്ന് നമുക്ക് കുറച്ച് ഡെക്കോർ ഐറ്റംസ് ഒക്കെ പർച്ചേസ് ചെയ്യാനുണ്ട്. അങ്ങോട്ട് കാണിച്ച മോനെ, നമ്മളെ അസിസ്റ്റ് ചെയ്യാനായിട്ട് പിന്നെ ആതിരയുണ്ട്. ആതിരയുടെ ഒരു ഫ്രണ്ടും കൂടെ വന്നിട്ടുണ്ടായിരുന്നു, സാൻഡി. പുള്ളിക്കാരി ഇന്ത്യ അങ്ങോട്ട് പോയെന്ന് തോന്നുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ഇവിടെ നിന്നാണ് പർച്ചേസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് മാർക്കറ്റിലേക്ക് പോകാം. ഇവിടുത്തെ മറ്റൊരു പ്രത്യേകതയാണ് റോഡ് സൈഡിലൊക്കെ ഇങ്ങനെ സൈക്കിളും സ്കൂട്ടിയൊക്കെ വെച്ചേക്കുന്നത്. ഇത് സ്കാൻ ആൻഡ് പേ ചെയ്തിട്ട് ഇഷ്ടമുള്ളവർക്ക് ഇത് എടുത്തുകൊണ്ട് പോകാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് മാർക്കറ്റിലേക്ക് പോവാം. ഉച്ചയ്ക്ക് കഴിക്കാനുള്ള ഫുഡൊക്കെ അതേ കൊണ്ടുവന്നിട്ടുണ്ട്. കാര്യം വെച്ചാൽ ഇവിടെ ഇന്ത്യൻ ഫുഡ് കിട്ടാൻ പാടാണ്. അതുകൊണ്ട് നമ്മൾ അതേ ഈ കാണുന്ന ഓറഞ്ച് ഡ്രസ്സ് ഇട്ട പെൺകുട്ടിയാണ് സാൻഡി കേട്ടോ. ആരതിയുടെ നോ 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 ആരതിയുടെ ഫ്രണ്ടാണ് കേട്ടോ. അല്ല, ആതിരയുടെ ഫ്രണ്ടാണ്. എന്തോ ആരാണ്? സാൻഡി. ഓക്കെ ഓക്കെ, ഷീസ് എ നോർത്ത് ഇന്ത്യൻ. ആരോ വലിയച്ഛൻ്റെ കുറേ കൂടി ഷൂ പോളിഷ് ചെയ്യണമെന്ന് വെച്ച് ഇങ്ങനെ പെൺകുട്ടികൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും ഷൂ പോളിഷ് ചെയ്തിട്ട്. നോ 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 ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട്. അവൾ ഓടി നമ്മുടെ കാൽക്ക് വന്നങ്ങിരിക്കും ഷൂ പോളിഷ് ചെയ്യട്ടെ എന്ന് ചോദിച്ചുകൊണ്ട്. എന്നെ കണ്ടിട്ട് എനിക്ക് തന്നെ യു കെയിലെ ഏതോ ഒരു മദാമയെ പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. കോമഡി ആയിട്ടുണ്ടല്ലേ, എനിക്ക് തന്നെ ചിരി വരുന്നുണ്ട്. എൻ്റെ ഈ രൂപമാറ്റത്തിന് പിന്നിൽ ആരാണ് എന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ദേ ഈ പോകുന്ന ചുമന്ന ഡ്രസ്സിട്ട എൻ്റെ പ്ലാറ്റിനം സ്റ്റുഡൻറ്റ് ആതിരയാണ്. ഷീസ് ദ വൺ ആൻഡ് ഓൺലി റീസൺ ഫോർ ദിസ് ചേഞ്ച്. ഇന്നലെ എന്നെ കൊണ്ടുപോയി കുറേ ഡ്രസ്സൊക്കെ വാങ്ങിപ്പിച്ചു ആള്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ കൂടുതൽ വിശേഷങ്ങൾ കാണാം കേട്ടോ. സാൻഡിക്ക് മാൻഡാരിൻ ഭാഷ അറിയാം കേട്ടോ. ചൈനീസ് ലാംഗ്വേജ് പഠിച്ചോ? ഓ, ഞാൻ സാൻഡി ചേച്ചിന്ന് കുറച്ച് ചൈനീസ് പഠിച്ചു. കാരണം ഈ ഹിന്ദിയും ചൈനീസും എല്ലാം അറിയുന്നുണ്ടേ. അപ്പം ഈ വഴി കൂടെ വന്നിട്ട് ഷൂ തുടച്ചു തരാം, അത് തുടച്ചു തരാം, ഇത് തുടച്ചു തരാം, കോപ്പി വേണമെന്നൊക്കെ ചോദിക്കും. അപ്പോൾ അവർ പറയും നോ താങ്ക്സ്. എങ്ങനെ പറയാന്ന് പറയും? പൊയോ ഷിഷേനി. നോ താങ്ക്സ്. ഇത് നമ്മൾ ഇന്നലെ വാങ്ങിയ പെട്ടിയാണ് കേട്ടോ. ഇതും കൊണ്ട് വന്നിട്ടുണ്ട്. കാര്യം നമുക്ക് എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്തിട്ട് ഇത് നമുക്ക് പിന്നെ ഇതിനകത്ത് വെക്കാമല്ലോ. ആതിര, ഇതല്ലേടാ ചെറിയ ഫാൻ ചേട്ടാ? എനിക്കിതൊരു ചെറിയ ഫാൻ വേണം. ആതിര, എനിക്കിതിലൊരു ചെറിയ ഫാൻ വേണം. എന്തിനാണെന്നറിയാവോ? മേക്കപ്പ് ഒക്കെ ചെയ്തിട്ട് അങ്ങ് ചില സമയത്ത് അങ്ങ് വിയർത്ത് ഒലിച്ച് മൊത്തം പോകും. അപ്പോൾ എൻ്റെ കയ്യിൽ വെച്ചിട്ടേ ഒരു ചെറിയ ഫാൻ. നല്ല ഭംഗിയുള്ള ഫാനൊക്കെ ഉണ്ട്. ഇതേ നോക്കെ, നല്ല ഭംഗിയുള്ള കുറേ ടോയ്സ് നമുക്കിവിടെ കാണാം. അടിപൊളിയൊരു ഷോപ്പാണ് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? കമൻറ്റ് ഇടണം കേട്ടോ. അടിപൊളി സാധനങ്ങളാണ് ഈ ഷോപ്പിലുള്ളത്. കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എല്ലാം വാങ്ങിക്കാൻ തോന്നും. ഈ പെൺകുട്ടിയാണ് എൻ്റെ വെച്ചേ ആതിര വെച്ചേ. ഏത് ടേബിളില്? ആക്ച്വലി ഞാനിപ്പോൾ എവിടെയെങ്കിലും പോകുമ്പോൾ എൻ്റെ ബാഗിൽ കൊള്ളുന്ന ഒരു ചെറുതാ വേണ്ടേ. ഐ വോണ്ട് ടു ബൈ എ സ്മോൾ ഫാൻ. No, that's simple one, like this. Just yeah. Eh? 85. ए भोली भाली लड़की, ए आदिरा, आज तू हिंदी सीखेगी पक्का. ഏതെടുക്കണമെന്നറിയില്ല, അതുപോലത്തെ സാധനങ്ങൾ ഇവിടെ ഉണ്ട് കേട്ടോ. അടിപൊളി, സൂപ്പർ, നല്ല സെലക്ഷനുള്ള കട. See what this girl is doing. same കുട്ടികളി മാറാത്ത ടീച്ചറും കുട്ടി. പലതരത്തിലുള്ള ക്യാമറാസ് നമുക്ക് ഇവിടെ കാണാം. ടോയ് ക്യാമറാസ് ആണ്, നല്ല രസമുണ്ട്. ഉണ്ടോ കുട്ടികൾക്കുള്ള ക്യാമറാസ്? സൂപ്പർ. വാ, ഇതൊരു ഭയങ്കര വലിയ മാർക്കറ്റാണ് കേട്ടോ. ഇതൊരു ഡ്രോണിൻ്റെ ഷോപ്പാണ് കേട്ടോ. വേണ്ടേ, ക്യാമറയ്ക്ക് അടുത്തേക്ക് കൊണ്ടുവരുന്നുണ്ട് അവര്. ഡ്രോണിൻ്റെ ഷോപ്പാണ് കേട്ടോ. വലിച്ച ഡ്രോൺ വാങ്ങിക്കുന്ന ചേട്ടാ, വ്ളോഗ് ചെയ്യാനായിട്ട് നമുക്ക് ഇത് ടോയ്സ് ആണല്ലേ? ഓക്കെ ഓക്കെ, ശരി. ദേ ഇതൊക്കെ ഉണ്ട് കേട്ടോ. റോബോട്ടൊക്കെ ഉണ്ട് ചേട്ടാ, റോബോട്ടൊക്കെ ഉണ്ട്. ദേ കണ്ടോ റോബോട്ട് ഇരിക്കുന്നത്. ഇവിടെ ഫുള്ള് റോബോട്ടിൻ്റെ കളിയാണ് കേട്ടോ. നമുക്കിനി എസ്കലേറ്ററിൽ കയറി മുകളിലേക്ക് പോവാം. താഴത്തെ ഷോപ്പ് ഞാൻ കാണിച്ചു തരാം.
ഇതേ താഴെ നിറയെ ഷോപ്സാണ് കേട്ടോ. അത് കഴിഞ്ഞിനി മുകളിലേക്കുണ്ട്. നമുക്കിനി മുകളിലേക്ക് പോവാം. സാൻഡി നോർത്ത് ഇന്ത്യൻ ആണെങ്കിലും പുള്ളിക്കാരിക്ക് മാൻഡാരിൻ അറിയാം, ചൈനീസ് ഭാഷ. ദേ നോക്ക്, ആദ്യം ഇത് നോക്ക്, ഫോൺ എത്ര ചെറിയ ഫോൺ. ഐഫോണിന്റെ ചെറുതേ, മിനി ഐഫോൺ. വാ, ഹായ് മക്കളെ, മിനി ഐഫോൺ നിങ്ങൾ കണ്ടിട്ടുണ്ട്. ഇതാണ് ലേറ്റസ്റ്റ് ഐഫോൺ 17 Pro Maxന്റെ മിനി. ഓ, വർക്കൊക്കെ ചെയ്യുമോ? അതിന്റെ എല്ലാ ഫീച്ചേഴ്സും ഉണ്ടോ? ഇത് ടോയ്യാ? ചോദിച്ചേ. സാൻഡി അങ്ങ് പോയോ? ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റും കേട്ടോ, അടിപൊളി, സൂപ്പർ ക്വാളിറ്റിയിൽ. മിനി ഐഫോൺ എന്നാണ് അവർ പറഞ്ഞത്. വേറെ ക്യാമറാസ് ഒക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. ഇന്ന് ചൈനയിലെ നമ്മുടെ Day 3 ആണ്. ഇത് സാൻഡി പുള്ളിക്കാരിയാണ് നമ്മളെ ഇതിൽ ഗൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സാൻഡി, ഈസ് ഇറ്റ് ഒറിജിനൽ? നോ, ടോയ്. ഓക്കെ ഓക്കെ, ടോയ് ആണ് കേട്ടോ. ഇതില് സിം ഇട്ട് ഉപയോഗിക്കാൻ 17 Pro Maxന്റെ, ആപ്പിളിന്റെ 17 Pro Maxന്റെ സെയിം ആണ്. ഇത് നമുക്ക് സിം ഇട്ട് ഉപയോഗിക്കാൻ കോൾ ചെയ്യാം. ഓ, സാൻഡി പ്രൈസ് എത്ര ചോദിച്ചേ? 399 യുവാൻ. ഓക്കെ, നിങ്ങൾ കൺവേർട്ട് ചെയ്ത് നോക്കൂ കേട്ടോ. ഗണേഷ് കുമാർ, ഈ ചെറിയ ഐഫോണോ? ചൈനീസ്. അടിപൊളി അല്ലേ ഇത്? ഓ, മൈക്ക്. കരോക്കെ ചെയ്യാനുള്ള മൈക്ക്. വാ, ഇന്ന് മിക്കവാറും ഞാൻ ചൈനീസ് പഠിക്കും കേട്ടോ. വെൽക്കം ടു ചൈന. ചായ കപ്പിന്റെ ഷേപ്പിലുള്ള സ്പീക്കർ ഉണ്ട്. ഇവിടെ ദേ ബാഗ്സിൻ്റെ ഒക്കെ ഒരു നല്ല കളക്ഷൻ ഉണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇത് വേറൊരു ലോകമാണ്. നമുക്ക് ഓരോ സാധനങ്ങൾ കാണുമ്പോഴേ അയ്യോ ഇതെനിക്ക് വേണമല്ലോ എന്ന് തോന്നും. ഇതുപോലുള്ള പറയില്ല, അമ്മാതിരി വെറൈറ്റി കളക്ഷൻസാണ് കേട്ടോ ഇവിടെ ഉള്ളത്. ഒരു രക്ഷയില്ല. ചലോ ബച്ചേ. അതെ, ഇവിടെ വേറെ കുറേ ബാഗ്സ് കാണാം. ഇതുണ്ടോ, ചൈനീസ് സ്പെഷ്യൽ ബാഗ്സ്. സത്യം പറഞ്ഞാൽ ഒരു വ്ളോഗിലങ്ങ് നിൽക്കത്തില്ല മക്കളെ. കണ്ട് നമുക്ക് എത്ര കണ്ടാലും മതിയാവില്ല. അത്രയ്ക്കാണ് ഈ മാർക്കറ്റിൻ്റെ അകം എന്ന് പറയുന്നത്. ശരിക്കും ഉണ്ട് കാണാനായിട്ട് കേട്ടോ. ബാഗ് നോക്കിയേ, നല്ല രസമുണ്ടല്ലേ, സൂപ്പർ. ചേട്ടൻ എന്തോ ലൈഫ് ലെസൺസ് ഒക്കെ പഠിപ്പിച്ചു കൊടുക്കണല്ലോ, എന്താണ്? കണ്ണം പറയുന്നത്, നമ്മൾ എപ്പോഴും ഇവിടെ ഒരുപാട് സാധനങ്ങളുണ്ട്, എന്ത് കണ്ടാലും മേടിക്കണമെന്ന് തോന്നും. പക്ഷെ കണ്ണം പറഞ്ഞ് നമ്മൾ പൈസയെ ബഹുമാനിക്കണം, ആവശ്യമുള്ളതിന് മാത്രം ഉപയോഗിക്കണം. കേട്ടോ, വാട്ടർ ബോട്ടിൽസ് ആണ് കേട്ടോ. നമുക്ക് കണ്ടു കഴിഞ്ഞാൽ എല്ലാം എടുക്കണമെന്ന് തോന്നുന്നു. കയ്യിൽ കുറേ കാശുമായിട്ട് വന്നു കഴിഞ്ഞാൽ എല്ലാം വാങ്ങിക്കാം. പിന്നെ നമുക്ക് ക്യാരി ചെയ്യാനുള്ള പാടാണ്. ഒരാൾക്ക് 25 കിലോയിൽ കൂടുതൽ കൊണ്ടുപോകാൻ പറ്റില്ല, അതാണൊരു വിഷയം. അടിപൊളി അല്ലേ? നമുക്ക് 3 ക്ലോക്ക് വേണമായിരുന്നു. അപ്പോൾ അതിൻ്റെ വില ചോദിക്കുകയാണ്. ഹോം ഡെക്കറിനുള്ള ഐറ്റംസ് നമുക്ക് വാങ്ങിക്കാം. ഇതുണ്ടല്ലോ, ചൈനീസ് ഡ്രാഗൺ ആണിത്. ഇതേ ബുദ്ധ, ലാഫിംഗ് ബുദ്ധ. കുഞ്ഞ് ട്രേ ഒക്കെ കണ്ടോ, എന്ത് രസമുണ്ടല്ലേ. കുഞ്ഞ് ചായക്കപ്പൊക്കെ കണ്ടോ, കുഞ്ഞു കപ്സ്, എന്ത് രസമുണ്ട്. ഓക്കെ, മുകളിൽ പോയി നോക്കിയിട്ട് നമുക്ക് ഡിസൈഡ് ചെയ്യാമെന്നാണ് പറയുന്നത്. കുഞ്ഞ് കപ്പ് കണ്ടത്, വളരെ സ്മോൾ സൈസാണ്. മല്ലു ബാബ ഉണ്ടോ? ഈ ഒരു ഏരിയ മൊത്തം ക്രോക്കറി ഷോപ്പാണ്. അപ്പോൾ നമുക്കൊന്ന് കറങ്ങി അടിച്ചിട്ട് വരാം. സീ ദിസ്, ഇത് രസമുണ്ടല്ലേ, ക്യൂട്ട്. ഇത് ഏപ്രൺ ആണ് കേട്ടോ. ഞാൻ ആദ്യം വെച്ച സ്കേർട്ടാണെന്ന്. ഏപ്രൺസ്, പല മോഡലിലുള്ള ഏപ്രൺസാണ്. ഈ കട മൊത്തം ഏപ്രൺസ് വിൽക്കുന്ന കടയാണ്. എൻ്റെ അമ്മോ, ഇത് കണ്ടോ, ഹോം ഡെക്കോർ ഐറ്റംസ്. അടിപൊളി കേട്ടോ, ഒരു രക്ഷയില്ല. ഓഫ്, അമേസിങ് അല്ലേ. ആപ്പിൾ കണ്ടോ, കട മൊത്തം ഡെക്കോർ ഐറ്റംസാണ്. അവരെന്നെ കളഞ്ഞിട്ട് പോയെന്ന് തോന്നുന്നു. നോക്കട്ടെ, ഇതെന്താണ് പുകയൊക്കെ വരുന്നത്? വാവ്, ഇത് കണ്ടോ, ഇതിനിങ്ങനെ കാറ്റടിച്ചുകൊണ്ടിരിക്കണം, അതിന് മിസ്റ്റ് വരുന്നുണ്ട്. അവരെന്നെ കളഞ്ഞിട്ട് എവിടെയാണ് പോയി? അവിടെ ഉണ്ട്. ഈ കടയിൽ കണ്ടോ, നല്ല
ഇത് കണ്ടോ, സൂപ്പർ അല്ലേ? ഇത് കണ്ടോ, റാബിറ്റ്. ഈ കടയിൽ മൊത്തം ഇങ്ങനത്തുള്ള സാധനങ്ങളാണ് കേട്ടോ. ക്യൂട്ട്. പിള്ളേരെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ പിള്ളേർ പറയും എനിക്ക് അത് വേണം, ഇത് വേണം, ഇത് വേണം, ഇതെല്ലാം വേണമെന്ന് പറയാം. അതുപോലത്തെ സാധനങ്ങൾ ഈ കട മൊത്തം കണ്ടോ നിങ്ങൾ? ഹായ്, ഇത് കണ്ടോ മയിൽപ്പീലി. അടുത്തൊരു കട കണ്ടു മക്കളെ. ഇത് നോക്കി കാണിച്ചു കൊടുത്തിട്ട് പോംഗ്രനേറ്റ് ആണ്. ദേ ഇത് ആപ്പിള്, ഇത് ഓറഞ്ച്, അല്ല ഇത് മുന്തിരിയാണോ അവിടെ? ഇത് എന്ത് രസമുണ്ടല്ലേ. ഇതിനകത്തേക്കൊന്ന് കയറി നോക്കി. വാവ്, ഈ ബോൺസായി ചെടികളുടെ ഒരു വണ്ടർഫുൾ കളക്ഷൻ തന്നെയുണ്ട് കേട്ടോ. നമ്മൾ നാട്ടിലൊന്നും കാണാത്തത് കണ്ടോ. ആന്തൂറിയംസ് അല്ലേ, ആന്തൂറിയം ഓർക്കിഡൊക്കെ ഉണ്ട്. വാവ്, സൂപ്പർ സൂപ്പർ, ഒരു രക്ഷയില്ല കേട്ടോ. കടയുടെ വെളിയിൽ നിന്ന് കാണിച്ചു കൊടുത്തവനെ. സൂപ്പർ സൂപ്പർ നൈസ്. ഇതൊക്കെ ഡെക്കറേഷൻ വെച്ച് കഴിഞ്ഞാൽ സൂപ്പർ ആയിരിക്കും. ചേട്ടാ നമുക്ക് ഇതൊന്ന് നോക്കാം. ഈ ആന്തൂറിയം ഹോം ഡെക്കോറിൻ്റെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. പക്ഷെ ഇതൊക്കെ ഭയങ്കര അല്ല ഹെവിയാണ് കേട്ടോ. നമ്മളിങ്ങനെ കൊണ്ടുപോകും. ആണോ? നാട്ടിലൊന്നും ഈ വിലയ്ക്ക് കിട്ടത്തില്ല. നമുക്ക് കൊണ്ടുപോകാം. ചൈനീസ് ഭാഷ സംസാരിക്കുന്ന കേട്ടോ സാൻഡി. നമുക്ക് ഇത് ഇഷ്ടപ്പെട്ടു. ഈ ഒരു പീസ്, ഇതിൻ്റെ 2 വാങ്ങിക്കാമെന്നാണ് വിചാരിക്കുന്നത്. 100. ഓക്കെ, या थोड़ा सा कम करने के लिए बता दीजिए. സാൻഡി സമോസ ഉണ്ടാക്കിക്കൊണ്ട് വന്നിട്ടുണ്ട്. അതെ, സമോസ എല്ലാവരും കഴിക്കും. ഇത് നോക്കി, ഇത് മൊത്തം ഒരു ആൻറ്റീക്ക് കളക്ഷൻ്റെ ഷോപ്പാണ്. ഇത് ഈ കസേരയൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്തടാ. തടി കൊണ്ട് ഉണ്ടാക്കിയ കസേര അടിപൊളി. ഇതാ ഇത് കണ്ടോ, ഇതിനകത്ത് മ്യൂസിക് അടിപൊളി സൂപ്പർ. ഇത് ഇങ്ങോട്ടൊന്ന് വന്നേടാ കണ്ണാ. ഇത് കണ്ടോ തീ കത്തുന്നതായിട്ട്. ദാ ഇത് നോക്കടാ, ഈ ഷോപ്പീസ് നോക്കേ, എന്ത് അമേസിങ്. ഇങ്ങോട്ട് വാ, ഇതൊന്ന് കാണിച്ചു കൊടുത്തേ. സൂപ്പർ അല്ലേ, അടിപൊളി. നല്ല ടേസ്റ്റി സമോസ കേട്ടോ. സാൻഡിയുടെ മെയ്ഡ് ഉണ്ടാക്കി കൊടുത്തിട്ടതാ. അടിപൊളി. ചൈന സൂപ്പറാന്ന് ഞാൻ പറഞ്ഞില്ലേ മക്കളെ. അടിപൊളി കേട്ടോ. റൊണാൾഡോ CR7 ഫാൻസ്. 2 ചൈനീസ് കുട്ടികളിരുന്ന് കളിക്കുകയാണ് കേട്ടോ. ഇവർ പേരൻസിനൊപ്പം ഷോപ്പിൽ വന്നിട്ട് അവിടെ ഇരുന്ന് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ബുദ്ധ എങ്ങനെയുണ്ട്? ഇത് ഞാൻ വാങ്ങിച്ചു കേട്ടോ. ഇതും സൂപ്പറല്ല. ഇവരുടെ ഒരുപാട് കളക്ഷൻസ് ഇവിടെ ഉണ്ട് കേട്ടോ. ഇതും നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്. ഇവിടെയുള്ള ഓരോ കളക്ഷൻസും കണ്ടിട്ട് നമ്മളിങ്ങനെ കിളിപോയ അവസ്ഥയിലാണ് കേട്ടോ. ഇത് ഫ്രൂട്ട്സിൻ്റെയൊക്കെ പ്ലാസ്റ്റിക് ഫ്രൂട്ട്സാണ്. ഇതൊക്കെ പിന്നെ ഷോപ്പീസൊക്കെ വിൽക്കുന്ന ഒരു ഷോപ്പാണെന്ന് നോക്കി. എന്ത് രസമാണല്ലേ. ഇതൊക്കെ നമുക്കിങ്ങനെ ഹോം ഡെക്കറിന് ഉപയോഗിക്കുന്നത് കണ്ടോ. പയർ കണ്ടു കഴിഞ്ഞാൽ ഒറിജിനലാണെന്നേ തോന്നത്തുള്ളൂ. അമ്മാതിരി രസമുള്ള ഐറ്റംസാണ് കേട്ടോ. വീട് അല്ലെങ്കിൽ ഓഫീസ് അല്ലെങ്കിൽ ഹോട്ടൽ റെസ്റ്റോറൻ്റൊക്കെ അലങ്കരിക്കാൻ പറ്റിയിട്ടുള്ള ഒരുപാട് യുണീക്കായിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ കിട്ടും. നമുക്ക് എത്ര കണ്ടാലും മതിയാവില്ല. ഇതൊരു ഭയങ്കര വലിയൊരു ലോകം തന്നെയാണ് കേട്ടോ. 6 7 എനിക്ക് 9 നിലയുണ്ടെന്ന് തോന്നുന്നു. 9 നിലകളിലായിട്ട് ഇങ്ങനെ വ്യാപിച്ചു കിടക്കുകയാണ്. ഓരോ ഷോപ്പിലും ഓരോ വ്യത്യസ്ത തരത്തിലുള്ള കാര്യങ്ങളാണ് നമുക്ക് കിട്ടുന്നത്. ഹായ് മക്കളെ, ചൈനയിലെ ഒരു ഫ്ലവർ ഷോപ്പാണ്. നോക്കി എന്ത് രസമുണ്ട് ഈ പൂക്കളൊക്കെ അല്ലേ. സത്യം പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ സാധനങ്ങൾ മൊത്തം വാങ്ങിച്ചുകൊണ്ട് പോകാൻ തോന്നും കേട്ടോ. അടിപൊളിയാണ്. ദേ ഇങ്ങോട്ടൊന്ന് കാണിച്ച്, എല്ലാം സൂപ്പർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു രക്ഷയില്ല. ദേ ഇങ്ങോട്ട് വന്നേ. ഇത് ആൻറ്റീക്കായിട്ടുള്ളൊരു ഷോപ്പാണ് കേട്ടോ. ഇവിടുത്തെ സാധനങ്ങളൊക്കെ കണ്ടോ. നമുക്ക് ഏത് സാധനം കണ്ടാലും നമുക്ക് വാങ്ങിക്കണം എന്ന് അത്രയും അടിപൊളിയാണ്, സൂപ്പറാണ് കേട്ടോ. കേരളത്തിൽ മാത്രമല്ല മക്കളെ, വാഴ അടുത്ത ഓണത്തിന് ഇല വെട്ടി നമുക്ക് ചോറുണ്ണാം. ദേ വാഴ, ഇതുണ്ടോ വാഴ 2. നോക്ക്, ഇതാണ് വാഴ 2. ഇത് നോക്കൂ മക്കളെ, എൻ്റെ അമ്മോ, അതൊരു ഫ്ലവർ ഷോപ്പാണേ. ഒരു എന്താ പറയുക, ഫ്ലവർ ഷോപ്പല്ല, ചെടികളുടെ ഒരു കടയാണ്. ഓക്കെ, മൊത്തം ഒരു കാട് പോലെ ഉണ്ടല്ലേ. എല്ലാം പ്ലാസ്റ്റിക്കാണ് കേട്ടോ. നമുക്ക് എല്ലാം എടുക്കണമെന്ന് തോന്നും. അടിപൊളി. ഇതാ ഇപ്പുറത്തോട്ട് കാണിച്ചേടാ, റോസ്.
ഓ മൈ ഗാഡ്, നോക്കെന്ത് രസമുണ്ടല്ലേ. ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ അതേ പുറത്തേക്ക് പോവാണ്. കുറേ ഉണ്ട് സാധനങ്ങൾ. അപ്പം ഒരുപാട് സമയം എടുത്തു. ഫുള്ള് എനിക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റില്ല കേട്ടോ. ഷോപ്പിങ്ങിനടക്കം ഫുള്ള് വീഡിയോ എടുത്തുകൊണ്ടിരിക്കാനുള്ള സമയം കിട്ടില്ല. എന്നെ കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ ഞാൻ വീഡിയോ എടുക്കും. നമ്മൾ പുറത്തേക്ക് പോകാൻ പുറത്തെ കാഴ്ചകളൊക്കെ കാണിച്ചു. ചൈനീസ് ഭാഷ നമുക്ക് ഒട്ടും മനസ്സിലാവില്ല കേട്ടോ. ഞാൻ ആവുന്ന ശ്രമിച്ചു നോക്കി പഠിക്കാനായിട്ട്. നമുക്കൊട്ടും വഴങ്ങാത്ത ഭാഷയാണ് ചൈനീസ്. ഒരു വേർഡ് പോലും മനസ്സിലാവുന്നില്ല. നാളെ നമ്മൾ ഗോങ്ഷുവിലെ ഫോർഷാൻ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോകുന്നുണ്ട് കേട്ടോ. അവിടെയാണ് ഫർണിച്ചറുകളുടെ മാർക്കറ്റ് ഉള്ളത്. അപ്പോൾ നമുക്ക് കുറച്ച് ഫർണിച്ചറും കാര്യങ്ങളൊക്കെ വാങ്ങാനുണ്ട്. അതിനടുത്ത ദിവസം നമ്മൾ ലൈറ്റൊക്കെ മേടിക്കാനായിട്ട് ഗുഞ്ചൻ എന്നോ അങ്ങനെ എന്താണ് ആ സ്ഥലത്തിൻ്റെ പേര്, അവിടെ പോകുന്നുണ്ട്. ഞങ്ങൾ കളിയാക്കി പറയുന്നുണ്ടായിരുന്നു, ഞങ്ങളിപ്പോൾ ഇറങ്ങി വന്ന ആ ഒരു പിന്നെ ഷോപ്പിംഗ് മാള് നമ്മുടെ നാട്ടിലെ ലുലു മാളാണെന്ന്. ശരിക്കും സ്കൂൾ വിട്ട പോലെ ആൾക്കാർ വരുന്നുണ്ടോ. ചൈനയിലെ ഒരു വൈകുന്നേര കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഷോപ്പിംഗ് കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ നല്ല വിശപ്പുണ്ടായിരുന്നു. ഈ സാധനവും പിന്നെ ജ്യൂസും ഒക്കെ മേടിച്ച് കുടിച്ചു. ടെൽ മീ വെരി ഗുഡ്. Say very good. Say very good. നേരത്തെ പറഞ്ഞ പോലെ പറയാൻ പറ. Say very good. വെരി ഗുഡ്. Say very വെരി ഗുഡ്. പുള്ളിക്കാരുടെ കടയിൽ നിന്നെല്ലാം നമ്മൾ ഡ്രസ്സ് മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഒരെണ്ണം എനിക്ക് മാറ്റണമായിരുന്നു. അങ്ങനെ മാറ്റാനായിട്ട് വന്നതാണ്. ഇപ്പോൾ ഞാൻ ഇട്ടേക്കുന്ന ഡ്രസ്സ് ഇവിടെ നിന്ന് വാങ്ങിച്ചതാണ്. അപ്പോൾ എന്നോട് പറയുകയാണ് ഇത് വെരി ഗുഡ്. ഗുഡ് അവർക്ക് ഇംഗ്ലീഷ് പറയത്തില്ല കേട്ടോ. ഇംഗ്ലീഷിന് ഇൻക്രീസ് എന്നൊക്കെയാണ് ഇവർ പറയുന്നത്. ഇംഗ്ലീഷ് അവിടെയുള്ള മിക്കവർക്കും വലിയ വശമില്ല. ചൈനീസ് ഭാഷയാണ്, മാൻഡാരിനാണ് ഇവർക്ക് അറിയാത്തുള്ളൂ. ഇംഗ്ലീഷ് അറിയാവുന്നവരിവിടെ വളരെ കുറവാണ് കേട്ടോ. Yeah, that's nice. Oh yeah, it's kind of nice. 你叫什么名字？我叫中国人，我中国人。你不用问我的名字，不用摄像，不用摄像。കണ്ണൻ സാൻഡി എടുത്തുനിന്ന് കുറച്ച് ചൈനീസൊക്കെ പഠിച്ചിട്ട് അതൊക്കെ അപ്ലൈ ചെയ്ത് നോക്കുകയാണ് കേട്ടോ. അപ്പോൾ ആ ഇരിക്കുന്ന വ്യക്തിയുടെ സ്കൂട്ടറിൻ്റെ ഫ്രണ്ടിലൊരു ചെറിയ ഫാൻ ഇരിപ്പുണ്ട്. അപ്പം സ്കൂട്ടറിൽ ഫാനൊക്കെ കണക്ട് ചെയ്തിട്ടാണ് ഇവരെ ട്രാവൽ ചെയ്യുന്നത്. നമ്മളിപ്പോൾ ഉള്ളത് ചൈനയിലെ ഗോങ്ചു എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇനി നമ്മൾ ഇവിടുന്ന് ബീജിങ്ങിലേക്ക് 2 ദിവസം കഴിഞ്ഞ് പോകുന്നുണ്ട്. അപ്പോൾ ഗോങ്ചുവിലെ വിശേഷങ്ങളാണ് ഞാനിപ്പോൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കൂടുതൽ ബീജിങ് വിശേഷങ്ങൾ ഇനിയുള്ള വീഡിയോസിൽ വരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും കണക്റ്റഡ് ആയിരിക്കുക. നല്ല നല്ല കമൻസൊക്കെ ഇട്ട് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. നിങ്ങളുടെ കമൻസൊക്കെ ടീച്ചർമ്മ വായിക്കുന്നുണ്ട്. അപ്പോൾ ആ കമൻസൊക്കെ കാണുമ്പോൾ എനിക്ക് ഇനിയും വീഡിയോ ചെയ്യണം എന്നുള്ളൊരു ഇൻസ്പിറേഷൻ കിട്ടുന്നത്. കൂടുതൽ വിശേഷങ്ങൾ അപ്പോൾ അടുത്ത വ്ളോഗിൽ ഷെയർ ചെയ്യാം. ടാറ്റാ ബൈ ബൈ, ലവ് യു.